ഭാഗ്യമുള്ളവർ ക്രിസ്തുവിൽ മരിക്കുന്നവർ. ഒരു പക്ഷേ ക്രിസ്തുവിൽ മരിച്ചവർ ക്രിസ്തുവിൽ ജീവിച്ചാൽ മാത്രമേ ക്രിസ്തുവിൽ മരിക്കുവാൻ കഴിയത്തുള്ളൂ. ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ ക്രിസ്തുവിൽ മരിപ്പാൻ കഴിയത്തുള്ളൂ. യേശു കർത്താവ് കടന്നു വരുമ്പോൾ ക്രിസ്തു യേശുവിൽ മരിച്ചവർ ഉയർത്ത് എഴുന്നേൽക്കും. വേദപുസ്തകം പറയുന്നു, ക്രിസ്തു യേശുവിൽ മരിച്ചവർ അവൻ കടന്നു വരുമ്പോൾ ഉയർത്ത് എഴുന്നേൽക്കും. നമ്മുടെ പ്രിയപ്പെട്ടവരെ അടക്കം ചെയ്തിരിക്കുന്ന, ക്രിസ്തുവിൽ വിശ്വസിച്ച് ഈ ലോകം വിട്ട് തിരശ്ശീലയ്ക്കപ്പുറത്ത് മറഞ്ഞുപോയ അനേക ആയിരം വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറക്കും. ടെലിവിഷൻ ക്യാമറകൾ ആ സ്ഥലത്ത് കടന്നു പോകും. അത് ന്യൂസ് മീഡിയ അത് റിപ്പോർട്ട് ചെയ്യും. രക്ഷിക്കപ്പെട്ട നീയും ഞാനും അത് കാണുകയില്ല. എന്നാൽ കൈവിടപ്പെട്ടു പോയവർ, അന്ന് ക്രിസ്തുവിന്റെ പീഡയിലൂടെ കടന്നു പോകുന്ന ജനം അത് കാണും. അവർ ധരിച്ചിരിക്കും, അവർ അതിശയിക്കും. എന്നാൽ ഈ ദിവസം രക്ഷിക്കപ്പെട്ട ദൈവവേദനെ നീയും ഞാനും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നായകൻ വാദം വന്ന് മരിച്ചവൻ അല്ല. നമ്മുടെ നായകൻ കല്ലറയ്ക്കുള്ളിൽ ഒതുങ്ങിയവൻ അല്ല. അവന്റെ തിരുശേഷിപ്പ് കല്ലറയിൽ ഇല്ല. ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? ഹേ പാതാളമേ, നിന്റെ ജയം എവിടെ എന്ന് പറഞ്ഞ് മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ് യേശു ജീവിക്കുന്നു. അതുകൊണ്ട് മരണം എന്ന് കേൾക്കുമ്പോൾ നാം ഒരിക്കലും പതറരുത്. ഇതിനേക്കാൾ 10,000 ലക്ഷം എത്രയോ നല്ല ഒരു ലോകത്തിലേക്ക് എത്ര ഒരു ഭക്തൻ, ഒരു ദൈവവേദൽ മരിക്കുമ്പോൾ ചെന്നെത്തുന്നത്. ഒരു ദിവസം ഒരു ദൈവദാസൻ മരിച്ചു, ഒരു ദൈവദാസി മരിച്ചു എന്ന് കേൾക്കുമ്പോൾ അതേ സെക്കൻഡിൽ ലക്ഷോപലക്ഷം കോടാനുകോടി ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്ന സിയോൻ മലയിലേക്ക് അവൻ മാറ്റപ്പെടുന്നു. മരണം അത് എത്ര സുന്ദരം! മരണം അത് എത്രയോ നല്ലത്! കാരണം നമ്മുടെ കർത്താവ് മരണത്തിന്റെ ജയിച്ച് നമുക്ക് മുൻപായി കടന്നു പോയവൻ അത്രേ. നിത്യയുടെ വാതിൽ അത്രേ മരണം. വേദപുസ്തകം പറയുന്നു, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്ത് എഴുന്നേൽക്കും. ക്രിസ്തുവിൽ മരിച്ച മൃതന്മാർ ഭാഗ്യമുള്ളവർ, അവർക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. രണ്ടാമതായി കാഹളം ധ്വനിക്കുമ്പോൾ സംഭവിക്കുന്നത്, ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. നമുക്ക് ഒരു രൂപാന്തരമുണ്ട്. ഒരു നിമിഷത്തിനുള്ളിൽ നമ്മുടെ ശരീരം മാറും. ഈ മൺമയമായ ശരീരം വിൺമയമായി തീരും. വിയർപ്പില്ലാത്ത ഒരു ശരീരം, നാറാത്ത ഒരു ശരീരം, രോഗം വരാത്ത ഒരു ശരീരം, അപ്രകാരം ദൂതന്മാർക്ക് തുല്യമായ ഒരു ശരീരമായി ദൈവത്തിന്റെ കൃപയാൽ നമ്മുടെ ശരീരം മാറും. കാരണം ഈ ജഡരക്തങ്ങൾക്ക് ഒരിക്കലും ദൈവരാജ്യം അവകാശം ആക്കുവാൻ കഴിയുകയില്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവ് യേശുവിന്റെ ശരീരത്തിന് തുല്യമായ ഒരു ശരീരം. ഭക്ഷണം കഴിക്കാം, കഴിക്കാതെ ഇരിക്കാം. വെള്ളം കുടിക്കാം, ഇല്ലെങ്കിൽ കുടിക്കാതിരിക്കാം. വെള്ളമില്ലെങ്കിലും ഭക്ഷണമില്ലെങ്കിലും കോടി കണക്കിന് വർഷങ്ങൾക്ക് ഒരു ക്ഷീണവും വാട്ടവും ഇല്ലാതെ ജീവിപ്പാൻ കഴിയുന്ന ദൂതന്മാർക്ക് തത്തുല്യമായ ഒരു ശരീരം ദൈവം നമുക്ക് നൽകുവാൻ വേണ്ടി പോകുന്നു. അതെ, രൂപാന്തരപ്പെടുമ്പോൾ അങ്ങനെ സംഭവിക്കുമെന്ന് വേദപുസ്തകം പറയുന്നു. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടുന്നു. ആ ശരീരത്തിന്റെ പ്രത്യേകത എന്ത്? യേശു കർത്താവ് മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ ശേഷം അടച്ചിട്ട ഒരു റൂമിനകത്ത് ശിഷ്യന്മാർ ഇതാ ഭയപ്പെട്ടു കൂടിയിരിക്കുമ്പോൾ, ജനം എന്ത് പറയുമെന്ന് ഓർത്ത് അവർ ഭയന്നു കൂടിയിരിക്കുമ്പോൾ, കതക് തട്ടി എക്സ്ക്യൂസ് മീ കടന്നു വരട്ടെ എന്ന് ചോദിക്കാതെ അടച്ചിട്ട റൂമിൽ ശിഷ്യന്മാരുടെ നടുവിൽ ഇറങ്ങി നിന്ന്, അടച്ചിട്ട റൂമിൽ അവരുടെ മധ്യത്തിൽ ഇറങ്ങി നിന്ന്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞതായ സ്വർഗീയ ശരീരം. ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ 10,000 കിലോമീറ്റർ അകലെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് യാത്ര ചെയ്യുവാൻ കഴിവുള്ളതായ ശരീരം, രോഗമില്ലാത്ത ശരീരം, മൈഗ്രെയിൻ തലവേദനയില്ലാത്ത ശരീരം, ക്യാൻസർ വരാത്ത ശരീരം, കിതക്കാത്ത ശരീരം, അണയ്ക്കാത്ത ശരീരം, ധൈര്യമായിരിക്കെ അത് മനോഹരമായ ഒരു ശരീരം. ഇന്ന് നിങ്ങളെ നോക്കി ആരൊക്കെയോ പറയുന്നുണ്ടായിരിക്കാം, നിന്റെ നിറം കറുത്തുപോയി, അല്ലെങ്കിൽ നിന്റെ മുഖത്തിന്റെ ഷേപ്പ് മാറിപ്പോയി എന്ന് അനേകർ പരിഹസിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ വേദപുസ്തകം പറയുന്നു, 1 യോഹന്നാൻ 3:2, അവൻ ഇരിക്കുന്നത് പോലെ നാം അവനെ കാണുവാൻ വേണ്ടി പോകുന്നു. സെയിം ആസ് ജീസസ്, യേശു കർത്താവ് ആയിരിക്കുന്നത് പോലെ. വേദപുസ്തകം പറയുന്നു, ശാരുള്ളിൽ പനിനീർ പുഷ്പം പോലെ, താഴ്വരയിലെ താമര പൂവിനെ പോലെ 10,000ങ്ങളിൽ അതിസുന്ദരമായ ഒരു ശരീരം യേശു നമുക്ക് നൽകുവാൻ വേണ്ടി പോകുന്നു. ഒരു സെക്കൻഡ് കൊണ്ട് അത് സംഭവിക്കും. വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ ഫിലദൽഫിയയിൽ ഒരു ലൈവ് തിയേറ്ററിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പോലെ പുതിയ ആകാശം പുതിയ ഭൂമിയും നാടകമായി കാണിക്കുകയായിരുന്നു. നാടകമായി 100 കണക്കിന് ദൈവമക്കൾ, 1000കണക്കിന് ജനത്തിന്റെ നടുവിൽ അത് കാണിക്കുകയായിരുന്നു. അപ്പോൾ ഒരു മാതാവ് വീൽ ചെയറിൽ അത് കണ്ടിട്ടിരുന്നു. പുതിയ ആകാശം പുതിയ ഭൂമി അത് സ്ഥാപിക്കപ്പെടുമ്പോൾ അംഗവൈകല്യമില്ല, ബലഹീനതയില്ല. ആ നാടകത്തിൽ അവൾ കണ്ടുകൊണ്ടേയിരുന്നപ്പോൾ അവൾ വിശ്വസിച്ചു, എൻ്റെ കർത്താവേ, അംഗവൈകല്യം ഉണ്ടായിരുന്നവർ സ്വർഗത്തിൽ നിത്യതയിലെത്തുമ്പോൾ അവിടെ വൈകല്യം ഇല്ല. ഒരു നിമിഷം കൊണ്ട് അവരുടെ ശരീരം രൂപാന്തരപ്പെടുമ്പോൾ വൈകല്യങ്ങൾ മാറുകയാണ്. മുടന്തന്മാരില്ലാത്ത, കുരുടന്മാരില്ലാത്ത, എയ്ഡ്സ് ഇല്ലാത്ത, കുഷ്ഠരോഗമില്ലാത്ത നിത്യത അവൾ വിശ്വസിച്ചു.
വർഷങ്ങളോളം വീഴ്ചയിൽ ഇരുന്നവരിലേക്ക് അവൾ വിശ്വസിച്ചപ്പോൾ ദൈവശക്തി ഇറങ്ങി വന്നു. ഇന്നും ഈ ദിവസം തുറച്ചു നോക്കുന്നവരുടെ മേലല്ലോ പരിശുദ്ധാത്മാവ് ചലിക്കുന്നത്, വിശ്വസിക്കുന്നവരുടെ മേലത്രേ ദൈവശക്തി വ്യാപരിക്കുന്നത്. ഒരു ക്രൈസ്തവ നാടകം കണ്ട് വിശ്വസിച്ചപ്പോൾ വർഷങ്ങളായി വീഴ്ചയിൽ ഇരുന്നവരിലേക്ക് ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിച്ചുവെങ്കിൽ ഇന്ന് പകലും അതേ ദൈവത്തിന്റെ വചനത്തിന് മുൻപിൽ നാം ആയിരിക്കുമ്പോൾ നിങ്ങളുടെ രോഗങ്ങൾ മറയും, നിങ്ങളുടെ വേദനകൾ മാറും, വർഷങ്ങളായിട്ടുള്ള കെട്ടുകൾ അഴിയും. ഓ, എവിടെയായിരുന്നു എൻ്റെ വേദന, എവിടെയായിരുന്നു എൻ്റെ രോഗം, എവിടെയായിരുന്നു മാരകമായ പ്രയാസമെന്ന് തിരിച്ചറിയാൻ കഴിയാതെ അത്ഭുതകരമായി ദൈവശക്തി ഇന്ന് നിങ്ങളുടെ മേൽ അവൻ അയക്കുക തന്നെ ചെയ്യും. യേശു വിടുതന്റെ കർത്താവ് അത്രേ. മറന്നു പോകരുത്, ഒരു ദിവസം ഈ മധ്യാകാശത്തിൽ അവൻ കടന്നു വരും. നിന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ, രോഗമില്ലാത്ത, നിന്നയില്ലാത്ത, പരിഹാസമില്ലാത്ത ഒരു ലോകത്തേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുപോകുവാൻ യേശു കർത്താവ് വേഗം കടന്നു വരുന്നു. നിങ്ങൾ ആരാണെങ്കിലും, സമൂഹത്തിൽ എത്ര ഉന്നതനെങ്കിലും താണവനെങ്കിലും, ഇന്ന് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ സ്നേഹത്താൽ സ്പർശിക്കപ്പെടട്ടെ. താമസിക്കുന്ന കുടിലായിരിക്കാം, ലക്ഷക്കണക്കിന് രൂപയുടെ കടഭാരമുണ്ടായിരിക്കാം, നാട്ടുകാർക്കും വീട്ടുകാർക്കും നീ ഒരു അധികപ്പറ്റായിരിക്കാം, സമൂഹത്തിൽ അഴുക്കുചാലിൽ ഇടേണ്ട കേസ് പോലെ എല്ലാവരും നീ തള്ളപ്പെട്ടവനായിരിക്കാം. ബട്ട് ജീസസ് ലവ്സ് യു. യേശു നിന്നെ സ്നേഹിക്കുന്നു. ഇപ്പോൾ തന്നെ ഹൃദയം തുറന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചേ. ഈ പ്രാർത്ഥന വാചകം ആവർത്തിച്ച് പറഞ്ഞേ, കർത്താവേ യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. ഞാൻ വിശ്വസിക്കുന്നു അവിടുന്ന് ക്രൂശിന്മേൽ എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, എനിക്ക് വേണ്ടി ജീവിക്കുന്നു. യേശുവേ, അങ്ങേ ഞാൻ രക്ഷകനായി ഹൃദയത്തിലേക്ക് കർത്താവായി ഏറ്റുകൊള്ളുന്നു. എന്നെ രക്ഷിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങളങ്ങനെ പ്രാർത്ഥിച്ചുവെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കമോൺ, നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഇന്ന് ഈ പ്രത്യേക സമയത്ത് കൊടുങ്കാറ്റിനേക്കാൾ വേഗതയുള്ള, മിന്നൽ പിണറുകളെക്കാൾ ശക്തിയുള്ള അങ്ങയുടെ വിലയേറിയ സാന്നിധ്യത്താൽ നിന്റെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അവിടെ നിന്ന് പൊതിയുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ പാപത്തിന്റെ ചങ്ങലകൾ, എല്ലാ അശുദ്ധിയുടെ കെട്ടുകൾ അവരുടെ ജീവിതത്തിൽ നിന്ന് അഴിഞ്ഞു മാറി സമ്പൂർണമായ ഒരു വ്യതിയാനത്തിലേക്ക്, ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനിലേക്ക്, ആത്മീയ മാറ്റത്തിലേക്ക് അവരുടെ ജീവിതത്തെ അവിടെ നിന്ന് എത്തിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് സ്പർശിക്കുന്ന കൃപയ്ക്കാണ് നന്ദി. താര എന്ന പേരുള്ള ഒരു സഹോദരി ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ സൗഖ്യ സ്പർശനം ഇന്ന് പകൽ ഇപ്പോൾ നിന്റെ മേൽ കടന്നു വരികയാണ്. അക്സെപ്റ്റ് ദ മിറക്കിൾ റൈറ്റ് നൗ ഇൻ ജീസസ് നെയിം. താങ്ക് യു ജീസസ്. അങ്ങയുടെ വിലയേറിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. റോബിൻ, യേശുവിൻ നാമത്തിൽ ബ്രദർ റോബിൻ, ഇന്ന് പകൽ അതെ നിന്റെ മുൻപിലുള്ളതായ സകല മലകൾ ഉരുകുകയാണ്. കാണാത്ത അനേക അനുഭവങ്ങൾ ദൈവം നിന്റെ ജീവിതത്തിൽ വിടുതലായി നന്മയായി നൽകുന്നു. ഇന്ന് പകൽ ഇതാ ഒരു പിതാവ് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പേര് കുരുവിള എന്നാണ്. കുരുവിള യേശുവിൻ്റെ നാമത്തിൽ ദൈവിക വിടുതൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മേൽ കടന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചാൽ നന്ദി കർത്താവേ. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്ന, തീയതിയൊക്കെയും തീരുമാനിച്ചിരിക്കുന്ന ചിലരെ ഇന്ന് പകൽ കർത്താവ് അത്ഭുതകരമായി സ്പർശിക്കുന്നു. വിശ്വസിക്കുക. നിങ്ങളുടെ ഡോക്ടർ അതിശയിക്കുവാൻ വേണ്ടി പോകുന്നു. കാരണം ഡോക്ടേഴ്സിൻ്റെ ഡോക്ടറായിരിക്കുന്ന യേശുവിൻ്റെ ശക്തി ഇന്ന് പകൽ ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിന്മേൽ കടന്നു വരുന്നു. എല്ലാ ക്യാൻസറുകൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. എല്ലാ TB രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. അസ്ഥിയുടെ തേയ്മാനം നിമിത്തമുള്ള എല്ലാ അതിച്ച വേദനകളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. എല്ലാ റൊമാറ്റിക് ആർത്രൈറ്റിസ്, എല്ലാ വാതരോഗങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. നസ്രേനി യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നിന്റെ ജനത്തെ അവിടുന്ന് സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി നന്ദി. കൂടിവയ്ക്കും ലോർഡ്. പൂർണ്ണ വിടുതലായി സ്തോത്രം. അത്ഭുതകരമായ ദൈവിക പ്രത്യാശയിൽ നിന്റെ കുഞ്ഞുങ്ങൾ നിറയട്ടെ. എല്ലാ മഹത്വം അങ്ങേക്ക്. തൊട്ടുകയും വിടുവിക്കുകയും ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. സൗഖ്യത്തിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അതേ സഹോദരങ്ങളെ, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കും. ആ പ്രത്യാശയോടെ ആയിരിക്കുക. യഹൂദന്റെ 5ാമത്തെ ഉത്സവമായ കാഹളോത്സവം പോലെ ഒരു സമയത്ത് എൻ്റെ കർത്താവ് കടന്നു വരും. അവൻ്റെ സന്നിധിയിൽ ഞാൻ ചേർക്കപ്പെടുകയും ചെയ്യും. മറന്നു പോകരുതേ. അടുത്തയാഴ്ച ഇതേ നേരം ഇതേ സമയത്ത് വീണ്ടും കാണും വരെ ദൈവം നമ്മെ ഏവരെയും സൂക്ഷിക്കുമാറാകട്ടെ. എല്ലാവർക്കും വിശേഷിച്ച് ടോർച്ച് ഓഫ് ട്രൂത്ത് ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ പാർട്ട്നേഴ്സിന് ഞങ്ങൾ നന്ദിയുള്ളവരത്രേ. ഗോഡ് ബ്ലെസ് us all. ആമേൻ, ആമേൻ. ടോർച്ച് ഓഫ് ട്രൂത്ത് ഒരുക്കുന്ന ഫെസ്റ്റിവൽ ഓഫ് ഹാർവസ്റ്റ് സുവിശേഷ മഹോത്സവം
സ്ഥലം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം, പാളയം, ട്രിവാൻഡ്രം. ഏപ്രിൽ 2 മുതൽ 5 വരെ. ദിവസവും വൈകുന്നേരം 6 മണി മുതൽ. ലോകപ്രശസ്ത സുവിശേഷകൻ ബ്രദർ സുരേഷ് ബാബു നിങ്ങൾക്കായി ശുശ്രൂഷിക്കുന്നു. മനം തകർന്നവർക്കും രോഗികൾക്കുമായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുക, യേശു നിങ്ങൾക്ക് ഒരത്ഭുതം ചെയ്യും. ഏവരെയും ടോർച്ച് ഓഫ് ട്രൂത്ത് ഫാമിലി കർത്തൃനാമത്തിൽ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ടോർച്ച് ഓഫ് ട്രൂത്ത് ഒരുക്കുന്ന 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. ഏപ്രിൽ 6 മുതൽ 26 വരെ. സ്ഥലം മഞ്ഞാലിക്കുളം ഗ്രൗണ്ട്, തമ്പാനൂർ, തിരുവനന്തപുരം. ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ. ബ്രദർ സുരേഷ് ബാബു ശുശ്രൂഷകർക്ക് നേതൃത്വം നൽകുന്നു. കൂടാതെ മറ്റനേകം പ്രശസ്ത ദൈവദാസന്മാർ ഈ യോഗങ്ങളിൽ ശുശ്രൂഷിക്കുന്നു. കടന്നുവരുവിൻ, അനുഗ്രഹം പ്രാപിപ്പിൻ. മാറാത്ത യേശുവിന്റെ മാറ്റമില്ലാത്ത വചന സന്ദേശവുമായി ബ്രദർ സുരേഷ് ബാബു. ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവിക ദൂതുകൾ, ദൈവിക രോഗശാന്തി, ക്രിസ്തുവിൽ നിങ്ങളെ വളർത്തുന്ന ദൈവിക ആലോചനകൾ, നിങ്ങൾക്ക് വ്യക്തിപരമായ പ്രാർത്ഥനകൾ. ഈ ആരാധനായോഗങ്ങളിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ ഞായറാഴ്ചയും 3 മുതൽ 5 വരെ. പോളിയോ ഹോം ഹാൾ, LMS കോമ്പൗണ്ട്, തിരുവനന്തപുരം. എല്ലാ ചൊവ്വാഴ്ചയും 5:30 മുതൽ 8:30 വരെ. പഞ്ചായത്ത് അസോസിയേഷൻ ഹാൾ, വെള്ളയമ്പലം, ട്രിവാൻഡ്രം. വിശ്വാസത്തോടെ കടന്നു വരിക. യേശു നിങ്ങൾക്കായി ഒരു വലിയ അത്ഭുതം ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഈ മിനിസ്ട്രിയെ സാമ്പത്തികമായി സഹായിക്കുവാൻ താല്പര്യമുള്ളവർ ചെക്കായോ ഡ്രാഫ്റ്റായോ ഈ വിലാസത്തിൽ അയക്കുക. ഞങ്ങളുടെ വിലാസം: ടോർച്ച് ഓഫ് ട്രൂത്ത്, പോസ്റ്റ് ബോക്സ് നമ്പർ 801, ട്രിവാൻഡ്രം 3. ഫോൺ 0471 272 5273 അല്ലെങ്കിൽ 2725274. മൊബൈൽ 94478 30604. ഇമെയിൽ suresh@torchoftruthindia.org.